മീര റെസ്റ്റോറന്റിൽ ഇരിക്കുവായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് ഷാർലറ്റ് വന്നിട്ട്, എഴുന്നേറ്റ് പോടി, ഇത് എന്റെ ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത ടേബിൾ ആണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന പ്ലേറ്റ് മാറ്റിവെച്ചു. നിനക്ക് തെറ്റുപറ്റിയതാണ്, ഇതെന്റെ ബോയ് ഫ്രണ്ട് ബോബ് കൂപ്പർ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത ടേബിൾ ആണെന്ന്. മീരയും ആഹാ തേഞ്ഞ്, ആ പണ്ടാരക്കാലിന് ഇതെന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞ് ഷാർലറ്റ് അവിടെ ഇരുന്നു. നീ എന്ത് തേങ്ങയാടി പറയണേന്ന് മീര ചോദിച്ചപ്പോ, ആ കൂപ്പർ ഉണ്ടല്ലോ അതിന്റെ ഭർത്താവാണെന്ന് ഷാർലറ്റ് പറഞ്ഞു. നീ എന്ത് തമാശ പറയുവാണോ? എന്റെ ബോബി ഒരിക്കലും എന്നോട് അങ്ങനെ കാണിക്കില്ലാന്ന് മീരയും. അപ്പൊ ഒരു വെയിറ്റർ അങ്ങോട്ടേക്ക് ഒരു ഷാമ്പെയിൻ കൊണ്ടുവന്നു. ഷാർലറ്റ് അത് വാങ്ങി അതിലെ നോട്ട് വായിച്ചു നോക്കിയപ്പോൾ അതിൽ സോറി എന്ന് എഴുതിയിരിക്കുന്നത് മീരയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് മീര ചോദിച്ചു. അവരെന്നിട്ടിരുന്ന് ആ ഷാമ്പെയിൻ ഫുള്ള് കുടിച്ചു തീർത്തു. അവന് വെറുതെ വിട്ടാൽ ശരിയാവില്ല, എന്തേലും പണി നമുക്ക് കൊടുക്കണം. അപ്പോ വെയിറ്റർ വന്നിട്ട്, ഇനി നിങ്ങൾക്ക് ഷാമ്പെയിൻ വേണോ എന്ന് ചോദിച്ചു. ഷാർലറ്റ് അപ്പോഴാണ് വെയിറ്ററിന്റെ കയ്യിലെ ടാറ്റു ശ്രദ്ധിക്കുന്നത്. എടാ നീ ഇത് എവിടുന്നായി ടാറ്റു ചെയ്തതെന്ന് ചോദിച്ചപ്പോ, ഓ ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാ, എനിക്കൊരു ടാറ്റു ആർട്ടിസ്റ്റ് ആവാനാണ് ആഗ്രഹം എന്നവൻ പറഞ്ഞു. എന്താടാ നിനക്ക് വേറൊരാളുടെ ദേഹത്ത് ടാറ്റു അടിക്കാൻ ആഗ്രഹമില്ലേ എന്ന് ഷാർലറ്റ് ചോദിച്ചു. എന്താടി നമ്മള് മാച്ചിങ് ടാറ്റു അടിക്കാൻ പോവാണോന്ന് മീര ചോദിച്ചു. ഷേ അതൊന്നുമല്ല, നമുക്ക് ആ ചതിയന്റെ നെഞ്ചത്ത് ചീറ്റർ ഒന്ന് ടാറ്റു അടിച്ചു വെക്കാമെന്ന് അവൾ പറഞ്ഞു. അതൊക്കെ കുറച്ച് ഓവറല്ലേ, അവനതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മീര. അതിന് ആർക്ക് അവന്റെ സമ്മതം വേണമെന്ന് അവള് തിരിച്ചു പറയണ കേട്ട് വെയിറ്റർ ഇതെന്ത് ഏർപ്പാടാ, ഞാൻ ഈ പണിക്കില്ല എന്ന് പറഞ്ഞ് പോവാൻ പോയി. ഷാർലറ്റ് അവനെ പിടിച്ചിരുത്തി. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കണേ, നിനക്ക് നല്ലൊരു തുക കയ്യിൽ വെച്ച് തരാടാ ചെക്ക എന്ന് പറഞ്ഞു. അവൻ അതിൽ വീഴുകയും ചെയ്തു. കുറച്ച് പേപ്പറിൽ ചീറ്റർ എന്ന് വെറൈറ്റി ഫോൺസിൽ അവൻ എഴുതി കാണിച്ചു. മീര അപ്പോ നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, ഈ ടാറ്റു ഒക്കെ അടിച്ചാ അത് പിന്നെ പോലല്ലോ എന്ന് പറഞ്ഞതും അവളെ ബോബി വിളിച്ചു. അവൾ ആ കോൾ എടുത്തില്ല. അപ്പോ ഷാർലറ്റിന്റെ ഫോണിൽ ബോബി വിളിച്ചു. ഇത് കണ്ട് മീരന്റെ മനസ്സ് മാറി. അവളൊരു ഫോൺ തിരഞ്ഞെടുത്തു. എന്നിട്ട് അവർ നേരെ ബോബിയെ പൊക്കാനായിട്ട് പോയി. പീറ്ററും ഷാർലറ്റും കൂടി അവനെ മയക്കി കിടത്തി കാറിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവർ മീരയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവനെ ഒരു കസേരയിൽ കെട്ടിയിട്ടു. എന്നിട്ട് അവരെല്ലാം സെറ്റാക്കി ടാറ്റു അടിക്കാൻ റെഡിയായി. മീര ഇതൊന്നും എനിക്ക് കാണാൻ വയ്യേന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞ് അവളുടെ ഫോണിലേക്ക് ബോബിന്റെ കാള് വന്നു. ഈ കെട്ടിയിട്ടിരിക്കുന്നവൻ എങ്ങനെ എന്നെ വിളിക്കുമെന്ന് ആലോചിച്ച് അവൾ കോൾ എടുത്തു. നീ എന്തിനാടി എന്നെ ഇഗ്നോർ ചെയ്യുന്നേ, നിനക്കൊന്ന് കോൾ എടുത്തൂടെ, ഞാൻ 3 മണിക്കൂർ നിനക്ക് വേണ്ടി റെസ്റ്റോറന്റിൽ കാത്തിരിക്കുകയാണെന്ന് ബോബി പറഞ്ഞു. ഇത് കേട്ടവൾ വീട്ടിലേക്ക് തിരിച്ചോടി. ടാറ്റു അടിക്കല്ലേ, നിർത്തോ, ആ ചെയറിലിരിക്കുന്നത് എന്റെ ബോയ് ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞു. ഷാർലറ്റ് അവന്റെ മുഖത്തിരുന്ന് തുണി മാറ്റി. അപ്പോഴേക്ക് ബോബി അവിടേക്ക് വന്നു. ദാ ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട് ബോബി, ആ ചെയറിലിരിക്കുന്നവനെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല എന്ന് പറഞ്ഞു. നീ എന്താടി എന്നോട് കള്ളം പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് നിന്റെ ബോയ് ഫ്രണ്ട് ബോബ് കൂപ്പർ ആണെന്ന് എന്ന് പറഞ്ഞ് ഷാർലറ്റ് അവളുടെ നേരെ തട്ടിക്കയറി. അവള് കറക്റ്റാ പറഞ്ഞത്, എന്റെ പേര് ബോബ് കൂപ്പർ തന്നെയാണ്. അല്ല എന്താ ഇവിടെ നടക്കണേ, ഇതൊക്കെ ആരാ എന്ന് ബോബ് കൂപ്പർ ചോദിച്ചു. അവൾ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നെ ആരേലും ഒന്നും അഴിച്ചു വിടോന്ന് ഷാർലറ്റിന്റെ ബോബ് പറഞ്ഞു. അപ്പോഴേക്ക് അവന്റെ നെഞ്ചത്ത് CH എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആരും ആരെയും ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ 4 പേരും കൂടി രാത്രി ഡിന്നർ കഴിക്കാൻ പോയി. മീരയുടെ ബോയ് ഫ്രണ്ട് രാവിലെ ടേബിൾ ബുക്ക് ചെയ്യാൻ വിളിച്ചപ്പോ കടക്കാര് നിങ്ങൾ ഓൾറെഡി ടേബിൾ ബുക്ക് ചെയ്തല്ലേ എന്ന് ചോദിച്ചു. 2 പേരുടെയും പേരൊന്നായതുകൊണ്ട് അവർക്ക് തെറ്റിയതാണ്. ഷാർലറ്റിന്റെ ബോബ് നെഞ്ചത്ത് CHന്റെ ബാക്കിയായിട്ട് ഷാർലറ്റ് അങ്ങ് ടാറ്റു അടിച്ചു. കാമുകിയുടെ പേര് ഷാർലറ്റ് എന്നായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു.